ഹായ് ഗൈസ്, നമ്മുടെ ഫാമിലിയിലെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. പൂക്കളമിടുന്ന ജോലി ഉഷാമയും ആമീസും കൂടെ ഏറ്റെടുത്തിരിക്കുകയാണ്. അവർ നല്ല ഭംഗിയിൽ പൂക്കളം ഒരുക്കുന്നുണ്ട്. ഹാഹാ, എന്തൊരു ഭംഗിയിലാണ് രണ്ടാളും കൂടി പൂക്കളമിട്ടത്. എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ അത്തപ്പൂക്കളം? പറയൂ പറയൂ പറയൂ. ഹായ് ഗൈസ്, പൂക്കളൊക്കെ എങ്ങനെയുണ്ട്? സെറ്റായില്ലേ? മഴ ഇന്നലത്തെ അത്ര മഴയില്ല കേട്ടോ, ഇന്ന് പെയ്തു, എന്നാലും വലിയ കുഴപ്പമില്ല. ഞങ്ങൾ സുന്ദരിയായിട്ടില്ലേ? ശ്യാമ ഒരുങ്ങുന്നുണ്ട് കേട്ടോ, ഒരുങ്ങിയിട്ട് ഇപ്പം വരുവേ. വലിയ ആഘോഷം കാര്യങ്ങളൊന്നുമില്ല, കാരണം കീർത്തനെ അവരാരും വരുന്നില്ല. പിന്നെ ഓണം നമുക്ക് അങ്ങനെയുള്ളൂ. പക്ഷെ ഇവളെന്തായാലും പറഞ്ഞു ബിരിയാണി വേണമെന്ന്. അപ്പോൾ അങ്ങനെ ബിരിയാണി എന്തെങ്കിലും ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. ചെറിയ ആഘോഷം. ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ പോകണം. അങ്ങനെയൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ വരുന്നു. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കൊടിയുടുത്തല്ലോ, ഉണ്ണി ചാടിമറിഞ്ഞല്ലോ, കൂട്ടുകാരെ വരുവില്ലേ വീട്ടിലിരുന്നാലോ, സന്ധ്യമയം മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ, സന്ധ്യമയം മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ. മഴ തുടങ്ങി. ഇന്നത്തെ പോലെ തന്നെ മഴയോട് മഴ, പെരുമഴ. ഓണം ഫുള്ള് വെള്ളത്തിൽ. ഗാനമേളയാണേ മഴയായിട്ട്. സംഗിക്കും അച്ഛനൊന്ന് ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർക്ക് സാമ്പാറും കുറച്ച് ഐറ്റംസും പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു, നല്ലോണം ഒന്ന് ഡ്രൈ ആക്കിയിട്ടൊന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അവർക്ക് ബിരിയാണി എന്ന് പറഞ്ഞ സംഭവമേ വേണ്ട. അപ്പോൾ എനിക്കും ആമിക്ക് എന്തായാലും ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ചിക്കനൊക്കെ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അടുക്കളയിൽ ഞാനും ഉഷാമ്മയും കൂടി ചെറിയ ചെറിയ പണികളിൽ ഏർപ്പെടുകയായിരുന്നു. ഉഷാമ്മ കണ്ടില്ല ആദ്യം വീഡിയോ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു ഉഷാമ്മ ഒന്നിങ്ങോട്ട് നോക്കൂ. അങ്ങനെ ഉഷാമ്മേനെ ക്യാമറയിലേക്ക് നോക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട്. സംഗീയുടെയും അച്ഛൻ്റെയും ഡ്രൈ ആക്കി എടുത്ത ചിക്കനൊക്കെ റെഡിയായി. അങ്ങനെ ദമ്മൊക്കെ സെറ്റാക്കി ബിരിയാണി ഇവിടെ റെഡിയായിരിക്കുന്നുണ്ട്. ഇനി അത് കഴിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ. കാരണം ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മൾ കൊണ്ടാക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഉച്ചയാകുമ്പോഴത്തേക്കും സംഗി വരും, അങ്ങനെ കൊണ്ടാക്കും. അപ്പം ബിരിയാണി റെഡി, ചിക്കൻ വരട്ടിയത് റെഡി, സാമ്പാറും റെഡിയായിട്ടുണ്ട്, സലാഡും നല്ല സൂപ്പർ ചമ്മന്തിയും പപ്പടവും അച്ചാറും ഒക്കെ സെറ്റായി. എനിക്ക് ബിരിയാണി ഉണ്ടാകുമ്പോൾ എന്തായാലും ആ ചമ്മന്തി വേണം കേട്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ചമ്മന്തി എന്താണെന്നറിയില്ല, ബിരിയാണിയിലൂടെ കഴിക്കാൻ ഭയങ്കര പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കെന്നാലും അങ്ങോട്ട് കഴിച്ചാലോ? സംഗി വരുന്നേ ഉള്ളൂ. അപ്പോൾ സംഗി വരും. അപ്പോൾ സംഗിയും കൂടെ വന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം കഴിക്കാം. അച്ചാറും പപ്പടവും ചമ്മന്തിയും സലാഡെല്ലാം കൂട്ടിയിട്ട് ഒരു തട്ടങ്ങ് തട്ടും. അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു. ഇതിൻ്റെ വേറൊരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ, ചെമ്മീൻ്റെ തല കൊണ്ടുള്ള എന്തോ ഒരു ഫ്രൈയോ കാര്യങ്ങളോ എന്തോ ഉണ്ടായിരുന്നു. അത് അവർ കഴിച്ചു, ഞാൻ കഴിച്ചില്ല. എല്ലാവരും ഭക്ഷണം കഴിച്ചു, ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. ഒരാൾ അങ്ങേരുടെ 2-3 പാവക്കുട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് കാണാം. എല്ലാം ഷടപടേ എന്നായിരുന്നു. ഭക്ഷണം കഴിച്ചതും ഇറങ്ങി ഓടിയതൊക്കെ ഒരുമിച്ചായിരുന്നു. ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു, ഓട്ടോറിക്ഷയിലാട്ടോ ഞങ്ങൾ വന്നത്. സംഗി ഇല്ലാത്തതുകൊണ്ട്, സംഗി പെട്ടെന്ന് ഇവിടെ അർജൻറ്റായിട്ട് ഇവിടെ പോകേണ്ടി വന്നതുകൊണ്ട് സംഗി വന്നിട്ടില്ല. ഞങ്ങൾ വേഗം ഓട്ടോറിക്ഷയിൽ ഇങ്ങോട്ടേക്ക് വന്നു. ഇരട്ടിപ്പാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇനി കുറച്ച് സമയം കൂടിയുള്ളൂ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. വരുന്ന വഴി കുറേ റംബൂട്ടാനൊക്കെ കണ്ടായിരുന്നു. അപ്പം ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അമ്മച്ചിന് റംബൂട്ടാൻ വേണമെന്ന് പറഞ്ഞിട്ട് റംബൂട്ടാനൊക്കെ വാങ്ങി കൊടുത്തു. സ്വന്തം റംബൂട്ടാൻ. ഈ ഒരു കുന്നും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തിരിക്കുന്ന സുഹൃത്തുക്കളെ ഇവിടെ താനായിട്ടുണ്ട്. ഇപ്പോഴെത്തും എത്തി, വീട്ടിലെത്തി ഗൈസ്. ആരെയും കാണുന്നില്ല, വാ കയറി നോക്കാം. ഇവിടെ ആരുമില്ലേ? പൂച്ചപ്പ് അതെ, ഇവിടെ എത്തി നമ്മളെ
ചേട്ടനെ കണ്ടിട്ടുള്ള സ്നേഹപ്രകടനമാണ് ഗൈസ്. കുഞ്ഞിക്കരിമ്പുലിയെ കണ്ടോ നിങ്ങൾ? ഹായ്, വീട്ടിൽ വന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് കുറേ സമയം കിടന്നങ്ങ് ഉറങ്ങിപ്പോയപ്പോൾ എണീച്ചപ്പം വൈകുന്നേരമാണോ രാവിലെയാണോ രാത്രിയാണോ ഒന്നും തിരിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇനി ഒന്ന് കുളിക്കണം. കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കണം. ഹമീസിൻ്റെ പ്രദേശത്തെ കാണുന്നില്ല, എവിടെയോ പോയിട്ടുള്ളതെന്ന് തോന്നുന്നു. എൻ്റെ കൂടെ കിടന്നുറങ്ങിയായിരുന്നു. എണീച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ കണ്ടിട്ടില്ല. അച്ചാച്ചൻ്റെ കൂടെയോ അമ്മമ്മൻ്റെ കൂടെയോ മാമൻ്റെ കൂടെയോ ഒക്കെ ഉണ്ടാവും കേട്ടോ. ശരി. നെയ്ച്ചോറും ചിക്കനും പോർക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചു. പ്രഥമൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞങ്ങൾ കുടിച്ചില്ല. തിരുവോണം വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം ശരി, നാളെ വേറെ വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി 1000 തിരുവോണാശംസകൾ. ബൈ ബൈ.